ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്ന കാര്യം മറ്റേ വന്ദേ മാതരം വിഷയമാണത്. കാരണം ആദ്യം വിജയ് സത്യപ്രതിജ്ഞപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിൻ്റെ ആ വെർഷൻ ഉപയോഗിച്ചതിനെ പറ്റി. പിന്നീട് നമ്മുടെ വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ആ ചടങ്ങിലും ഈ വന്ദേ മാതരം ഒരു വിഷയമായിട്ട് പോകും. എന്താണ് അതിൻ്റെ ശരിയായ പ്രശ്നം? വന്ദേ മാതരം എന്നാൽ അതെങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഗാനം ചിട്ടപ്പെട്ടതും അത് വന്ന വഴികളെക്കുറിച്ചൊന്ന് പറയാം. ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ പല ആവർത്തി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വിശ്വാസികളുടെ നാടാണത്. നമ്മൾ എത്ര ആധുനികമായ ചിന്തകൾ പുലർത്തുന്നുണ്ടെന്ന് പറഞ്ഞാലും മതവിശ്വാസത്തോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരം പോലും അങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ഭൂമിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുന്നത്. കാരണം വിശ്വാസ സമൂഹത്തെ കൂടെ നിർത്തിയാൽ മാത്രമേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചൈത്രയാത്രയിൽ ഒരു വലിയ വിജയം നേടാൻ പറ്റൂ എന്നുള്ളത് അതിൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിനോടെല്ലാം അനുബന്ധിച്ചാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ഒരു പുണ്യഭൂമിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ പുണ്യഭൂമിയുടെ മോചനം സാധ്യമാക്കിയെടുക്കുക എന്ന് പറയുന്നൊരു ആശയം ജനങ്ങൾക്കിടയിലേക്ക്, ജനങ്ങളെന്ന് പറയുമ്പോൾ നമ്മളോട് മനസ്സിലാക്കേണ്ടത് ജനങ്ങളെന്ന് പറയുന്നത് വിശ്വാസികളാണ്. വിശ്വാസികളുടെ എണ്ണം വളരെ അധികമായിട്ടുള്ള പ്രദേശമായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികളുടെ ഇടയിലേക്ക് അത്തരമൊരു ഒരു കൺസെപ്റ്റ് പ്രചരിപ്പിക്കപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ആളുകൾ ഇന്ത്യയെ മോചിപ്പിക്കേണ്ടതുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് മാറുന്നത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ, അപ്പോൾ വിശ്വാസികളെ ഉണർത്തിവിട്ടാൽ മാത്രമേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുകയുള്ളൂ എന്നൊരു വിശ്വാസം ദൃഷ്ടിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചിന്തകൾ വ്യാപിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്കറിയാം 1770 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്നത്തെ നമ്മുടെ ബംഗ്ലാദേശ് എല്ലാം ഉൾപ്പെടുന്ന വംഗദേശം എന്നറിയപ്പെടുന്ന പശ്ചിമ ബംഗാളിനോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശത്ത് അവിടെ ഉണ്ടാകുന്ന സാധുക്കളും അതുപോലെ തന്നെ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ടിരുന്ന ഫക്കീർമാരെല്ലാം ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അവരുടേതായിട്ടുള്ള ഒരു വിപ്ലവം നയിക്കുന്നുണ്ട്. സന്യാസി കലാപം എന്നുള്ള രീതിയിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ സന്യാസി കലാപത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു ചരിത്രം, ആ ചരിത്രത്തോട് അനുബന്ധിച്ച് പിന്നീട് 1875 ഈ ബംഗാളിലെ നോവലിസ്റ്റായിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു നോവൽ സൃഷ്ടിക്കുകയാണ്, ആനന്ദമഠം എന്ന് പറയുന്നത്. അപ്പോൾ ആനന്ദമഠം എന്ന് പറയുന്ന ആ നോവലിൽ അദ്ദേഹം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന അതിൻ്റെ കഥാതന്തു എന്ന് പറയുന്നത് ഈ വൈദേശിക ശക്തികൾക്കെതിരെ പോരടിക്കുന്ന സാധുക്കളുടേതായിട്ടുള്ള ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തോട് ബന്ധപ്പെട്ട നോവലാണ്. അപ്പോൾ ആ സന്യാസികളോട് ബന്ധപ്പെട്ട് വരുന്ന ആ കലാപത്തെ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ വിപ്ലവത്തെ ഈ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രക്ഷോഭമായിട്ടാണ് അദ്ദേഹം ആ ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ആനന്ദമഠത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ നായകന്മാരെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കഥാപാത്രങ്ങളായിട്ടുള്ള സന്യാസിമാർ അവരുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ഗാനം അല്ലെങ്കിൽ ഒരു വിപ്ലവപരമായിട്ടുണ്ടാകുന്ന ഒരു ഊർജം പകരുന്ന വരികളായിട്ടാണ് ഈ വന്ദേ മാതരം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ വന്ദേ മാതരം എന്ന് പറയുന്നത് ആ നോവലിനോട് ബന്ധപ്പെട്ട് വരുന്നത്, അതായത് നോവലിനോട് അനുസരിച്ചിരിക്കുന്ന അതിൻ്റെ യഥാർത്ഥമായിട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, അതായത് യഥാർത്ഥത്തിലുള്ള സാഹചര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് നോവലിൽ അടങ്ങിയിട്ടുള്ള സാഹചര്യം, ആ സാഹചര്യത്തോട് ബന്ധപ്പെടുത്തി അവർ സൃഷ്ടിക്കപ്പെടുന്നത്, അവർ പറയുന്നത്, അതായത് ആനന്ദമഠം എന്ന നോവൽ പറയുന്നത് ഈ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന പുണ്യഭൂമി, ആ പുണ്യഭൂമിയെ കോളനിവൽക്കരിക്കപ്പെട്ടു. അതിൻ്റെ പ്രധാന കാരണക്കാരെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ, വൈദേശിക ശക്തികളാണ് പറയുന്നത്. ആ വൈദേശിക ശക്തികളുടെ കൂട്ടത്തിൽ മുസ്ലിങ്ങളും ബ്രിട്ടീഷുകാരുമുണ്ട്. അപ്പോൾ വൈദേശിക ശക്തികളായി കണക്കാക്കപ്പെട്ടിട്ടുള്ള ഈ രണ്ട് വിഭാഗങ്ങൾക്കെതിരെ ഹിന്ദുക്കളായ സാധുക്കൾ അല്ലെങ്കിൽ സന്യാസിമാർ നടത്തുന്ന ഒരു വിപ്ലവത്തോട് ബന്ധപ്പെട്ടാണ് ഈ ഗാനം ആലപിക്കപ്പെടുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കഥാതന്തു എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാഴ്ചപ്പാട് പിന്നീട് വിശ്വാസികളുടെ ഇടയിലേക്ക് പ്രചരിക്കപ്പെടുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം 1905 ബംഗാൾ വിഭജനമുണ്ടാകുന്ന സമയത്താണ് ഈ ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഇതിൻ്റെ പ്രചരണം കൂടുതലുണ്ടാകുന്നത്. 1905 ഈ വന്ദേ മാതരം എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു പ്രചരണം കൂടുതലുണ്ടാകുന്നത്. നമുക്കറിയാം അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വലിയൊരു സമൂഹം ഇതിൻ്റെ പുറകിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വെക്കുന്നത് വേറെ ഒന്നുമല്ല, ഈ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന അവർ വസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് പവിത്രമായ ഒരു ഭൂമിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനോടെല്ലാം അനുബന്ധിച്ച് തന്നെ 1936 ഈ ഭാരതമാതാവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് ബന്ധപ്പെടുത്തി ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നുണ്ട് വാരണാസിയിൽ. ആ വാരണാസിയിൽ ആ ക്ഷേത്രം സ്ഥാപിക്കുമ്പോൾ നമ്മളിവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ട്. ആ ആശയത്തിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു സ്വാതന്ത്ര്യ സമരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ നായക നേതൃത്വം അവരെല്ലാം അനുവർത്തിച്ചു പോകുന്നത്. കാരണം 1936 വാരണാസിയിൽ സ്ഥാപിക്കപ്പെടുന്ന ഭാരത് മാതാവിൻ്റെ ക്ഷേത്രം
അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മഹാത്മാഗാന്ധി അവിടെ പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ഭൂമിയായിട്ട് തന്നെ പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് ഒരു മാതാവായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പുണ്യവതിയായിട്ടുള്ള മാതാവിനെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യയിലെ ഓരോ ജനവിഭാഗത്തിൻ്റെയും ആവശ്യകതയാണെന്നുള്ള രീതിയിലാണ് ആ ക്ഷേത്രത്തെ നിലനിർത്തുന്നത്. ആ ക്ഷേത്രത്തിൽ അവിടെ ഒരു ഭൂപടം, മാർബിളിലുള്ളൊരു ഭൂപടമുണ്ട്. ആ ഭൂപടത്തോടനുബന്ധിച്ചുണ്ടാകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു മാർബിൾ ഫലകത്തോട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഭൂപടമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രദക്ഷിണ വഴികളുണ്ട്. അപ്പോൾ പുണ്യഭൂമിയായി കണക്കാക്കുന്ന ഭാരതത്തെ അതിനെ വണങ്ങിക്കൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര പദ്ധതിയായിരുന്നു മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതിയെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ബാലഗംഗാധര തിലകൻ, അതുപോലെ അരവിന്ദ ഘോഷ് എന്ന് പറയുന്ന തീവ്ര ചിന്താഗതി പുലർത്തുന്ന ആളുകൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗം പിടിച്ചുകൊണ്ട് തന്നെയാണ് പിന്നീടുണ്ടാകുന്ന ഭാരതാംബ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരുന്നത്. നമ്മളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1936 ആ ക്ഷേത്രം സ്ഥാപിക്കുമ്പോൾ ഭാരതാംബ എന്ന് പറയുന്ന ഒരു ആശയം നിലനിർത്തിക്കൊണ്ട് ഒരു ക്ഷേത്രം സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടെ ഒരു ഡീറ്റി ഉണ്ടാകുന്നില്ല, മറിച്ച് ഒരു ഭാരതത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭൂപടം മാത്രമാണ്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെതായിട്ടുള്ള ഒരു ചിത്രം മാത്രം, ആ ചിത്രത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു ഫലകം മാത്രമേ ഉള്ളൂ. ഒരു ഡീറ്റി അല്ലെങ്കിൽ ഒരു മാതാവ് എന്ന് പറയുന്ന ഒരു ആരാധനാമൂർത്തി അവിടെ ഉണ്ടാകുന്നില്ല. ഈ ആരാധനാമൂർത്തിയുടെ അഭാവം മൂലം ആ പ്രദേശത്തേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രത്തിലേക്ക് വിശ്വാസികളായ ആളുകളുടെ വരവ് കുറഞ്ഞു. കാരണം അവർ മനസ്സിലാക്കുന്ന പുണ്യഭൂമി എന്ന് പറയുന്ന ആ ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന ഒന്നും തന്നെ ആരാധനാപാത്രമായിട്ട് അവിടെ ഇല്ല. അതുകൊണ്ട് ഹിന്ദുക്കളുടേതായിട്ടുള്ള ഒരു വലിയൊരു കടന്നുവരവ് അവിടെ ഉണ്ടാകുന്നില്ല, മറിച്ച് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, അതുപോലെ പുറത്തുനിന്നുള്ള ആൾക്കാരെല്ലാം ഇത് സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആരാധനാമൂർത്തിയുടെ അഭാവം തന്നെയാണ്. ഭാരതാംബ എന്ന് പറയുന്ന ഒരു മൂർത്തിയുടെ അഭാവം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1983 ഹരിദ്വാറിൽ മറ്റൊരു ക്ഷേത്രം സ്ഥാപിക്കുന്നത്. മാർബിളിലുള്ള 7 നിലയുള്ള ഭാരതാംബയുടെ, അല്ലെങ്കിൽ ഭാരതമാതാവിൻ്റെ ഒരു ക്ഷേത്രം സ്ഥാപിക്കുകയാണ്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചുണ്ടാകുന്നത്, അവിടെ ഉണ്ടാകുന്ന ആ ക്ഷേത്രം എന്ന് പറയുന്നത്, ഇവിടെ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും കടന്നു വരാവുന്ന മാതൃഭൂമിയെ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഭൂമി ഒരു പുണ്യഭൂമിയെ കണ്ടുകൊണ്ട് എല്ലാ ജനങ്ങളും, അതായത് ഹരിജൻ ഉൾപ്പെടെ, അങ്ങനെ ഗാന്ധിജി എടുത്തു പറയുന്നുണ്ട്. ഹരിജനെ പോലും അപ്പോൾ മനുഷ്യരായിട്ട് കണക്കാക്കാൻ ഗാന്ധിജി അന്ന് താല്പര്യം കാണിച്ചില്ല എന്നുള്ള കാര്യമാണ് എടുത്ത് സൂചിപ്പിക്കുന്നത്. കാരണം ഹരിജനങ്ങൾക്ക് പോലും വരാമെന്നാണ് ഗാന്ധിജി ആ ഒരു ഉദ്ഘാടനത്തോട് ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ 1983 സ്ഥാപിക്കുന്ന ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഭാരതാംബയോട്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു മാപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മാർബിളിൽ കൊത്തിയെടുത്തിട്ടുള്ള ഭാരതാംബയുടെ ശില്പമുണ്ട്. ആ ശില്പത്തെ ആരാധിക്കുന്ന രീതിയിലേക്കാണ് ഭാരതാംബയുടെ ചരിത്രം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരാധന രീതിയിലേക്ക് ഇന്ത്യയിൽ മാറുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 1983 ഹരിദ്വാറിൽ സ്ഥാപിക്കപ്പെട്ട 7 നിലകളുള്ള അതിൻ്റെ താഴെത്തട്ടിലാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനമൂർത്തി സ്ഥാപിച്ചിട്ടുള്ളത്. ആ ആരാധനമൂർത്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു കൈയിൽ ധാന്യങ്ങളും മറ്റൊരു കൈയിൽ വെള്ളം നിറച്ച കുടവുമാണ് അതിൻ്റെ രൂപത്തിലുള്ളത്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ സമ്പന്നമായ ഒരു കൃഷിഭൂമിയാണെന്നും സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏടെന്ന രീതിയിൽ കൃഷിയെ സംരക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വളക്കൂറുള്ള ഒരു പ്രദേശത്തെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമ്മളുടേതായിട്ടുള്ള ഒരു സംസ്കൃതി ഉണർത്താൻ പറ്റൂ എന്നുള്ള വലിയൊരു സന്ദേശം നൽകുകയാണ് ആ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അത് ഹൈന്ദവ സംസ്കാരത്തോട് ബന്ധപ്പെട്ട് വരുന്ന മാത്രമല്ല, 7 പ്രധാനപ്പെട്ട ശിവലിംഗങ്ങളെ അടയാളപ്പെടുത്തുന്ന, അല്ലെങ്കിൽ സതി എന്ന് പറയുന്ന ദേവിയെ അടയാളപ്പെടുത്തുന്ന, അതിൻ്റെ എല്ലാം ഉറവിടമായിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഈ പറയുന്ന ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഭാരതാംബ എന്ന് പറയുന്ന ആ മൂർത്തിയുടെ കയ്യിൽ ഈ പറയുന്ന രീതിയിൽ ഇന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ദുർഗയുടെ രീതിയിലുള്ള, അല്ലെങ്കിൽ കാവിക്കുടി എന്തിയ ഒരു സ്ത്രീ രൂപമായിരുന്നില്ല. പിന്നീട് ഡൽഹിയിൽ, അതായത് VHPയുടെ ഡൽഹിയിലെ ആസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഭാരതാംബ എന്ന് പറയുന്ന രൂപത്തിന് മാറ്റം വരികയും, അതായത് സിംഹത്തിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മൃഗത്തിൻ്റെ പുറകിൽ സഞ്ചരിക്കുന്ന ദുർഗയായിട്ടുള്ള ഒരു സ്ത്രീ രൂപമായിട്ട് ഭാരതാംബ മാറുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത്, തീവ്ര ഹൈന്ദവ ചിന്താഗതി പുലർത്തുന്ന ആൾക്കാർ പറഞ്ഞു വെക്കുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം മാതൃഭൂമിയായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ ആ മാതൃഭൂമി എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ പെറ്റമ്മയാണെന്നും ആ പെറ്റമ്മയെ അമ്മയായി കണ്ടുകൊണ്ട്, അപ്പോൾ VHP മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിൽ, അല്ലെങ്കിൽ ഈ ഹൈന്ദവ ചിന്താഗതി പുലർത്തുന്ന സംഘടനകളോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ചിന്താഗതി മാറുകയാണ്. ചിന്താഗതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, സ്വാതന്ത്ര്യ സമരത്തോട്
ബന്ധപ്പെട്ട് അവർ ഉണർത്തിവിട്ട ഒരു ചിന്താഗതി തന്നെയാണ്. അപ്പോൾ ഇവരോട് ബന്ധപ്പെട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ VHPയോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ആശയപ്രചാരകന്മാർ, അവരുടെ കൺസെപ്റ്റിൽ അതൊരു കാവിക്കുടി എന്തിയ ഒരു ഭാരതാംബയായിട്ട് മാറുകയാണ്.